അസ്സലാമു അലൈക്കും. മാൽദീവ്സിൽ നിന്നാണേ. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പെടുത്ത ഒരു വീഡിയോ ആണിത്. വോയിസ് ഓവറും എടുത്ത് എഡിറ്റ് ചെയ്യാൻ ഇത്രയും ടൈം വേണ്ടി വന്നു. ഇപ്പോൾ ഈദ് വെക്കേഷനാണ്. അതിൻ്റെ ഗ്യാപ്പിൽ ഇതുകൂടി ഫില്ല് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു. മാലേ സിറ്റിയിൽ നിന്ന് തൊട്ടടുത്തുള്ള ഒരു ഐലൻഡാണ് വില്ലിങ്ങിലെ. അവിടേക്ക് പോകാൻ വേണ്ടി ഫെറി സ്റ്റേഷനിൽ പോയതാണ്. ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഫെറി. മാൽദീവ്സിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ കയറുന്ന ഫെറി ഇതാണ്. ഈ കാണുന്നത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അതായത് IGMH, നമ്മുടെ ഇന്ത്യ പണി കഴിപ്പിച്ചു കൊടുത്താണ്. ആ ഹോസ്പിറ്റലിൽ നിന്ന് വില്ലിങ്ങിലെ ഐലൻഡിലേക്കുള്ള ബ്രിഡ്ജ് മേക്കിങ്ങിൻ്റെ പാട്ടാണ് ഈ കാണുന്നത്. മാലേ സിറ്റിയിൽ നിന്ന് വില്ലിങ്ങിലേക്ക് ഏകദേശം 5 മിനിറ്റ് മതി. വളരെ കാം ആൻഡ് കൂളായി നമ്മുടെ മൈൻഡിന് പറ്റിയ ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റാണ് വില്ലിങ്ങിലെ. മരങ്ങൾ നിറഞ്ഞ നല്ല തണുപ്പ്, ബീച്ചിൽ നിന്നുള്ള നല്ല കാറ്റ്, അതിനിടയിൽ വീതിയുള്ള റോഡുകൾ, നടക്കാനും നല്ല സുഖമാണ് ഇതുവഴി. നാടും വീടും ഒക്കെ വിട്ടു വന്നിട്ടുള്ള ജോലിയിൽ നിന്ന് നമുക്കൊരു മൈൻഡ് റിലാക്സേഷൻ തരുന്ന ഒരു പ്ലേസ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് കൂളായ അറ്റ്മോസ്ഫിയറാണ്, നല്ല കാഴ്ചകളാണ്. വലിയ എക്സ്പെൻസീവ് അല്ലാത്ത ട്രിപ്പുകളൊക്കെയാണ് ഞാൻ ആദ്യം ചൂസ് ചെയ്തിരുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് വില്ലിങ്ങിലി തന്നെയായിരുന്നു. മാലിദ്വീപിൻ്റെ തലസ്ഥാനമായ മാലേ സിറ്റിയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ പടിഞ്ഞാറായി മാറി കാണപ്പെടുന്ന ഒരു റെസിഡൻഷ്യൽ ഐലൻഡാണ് വില്ലിങ്ങിലെ. ഇതിനെ മാലിദ്വീപിൻ്റെ ബെഡ്റൂം കമ്മ്യൂണിറ്റി എന്നും അറിയപ്പെടാറുണ്ട്. കാരണം മാലേ സിറ്റിയെക്കാട്ടി കമ്പാരിറ്റീവ്ലി റെൻറ്റ് കുറവാണ് വില്ലിങ്ങിലെ ഐലൻഡിൽ. അതേപോലെ തന്നെ താമസിക്കാൻ ശാന്തമായ ഒരു പ്രദേശമാണ്. ഇത്തരം ചെറിയ ബസ്സുകളാണ് ഈ വില്ലിങ്ങിലെ ഐലൻഡിലൂടെ പോകുന്നത്. നമുക്കത് കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ട് തോന്നാറുണ്ട്. ഇതാണ് ജ്യൂസ് പെട്ടി. ഇതിലെ പല ഫ്ലേവർ വാങ്ങി രുചിച്ചു നോക്കിക്കൊണ്ടാണ് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്തത്. ഇത്തരം കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് നടന്ന് തീർക്കാനുള്ളതേ ഉള്ളൂ ഈ ഒരു ചെറിയ ഐലൻഡ്. റെയ്വെറീബേ മാഗു, അതാണ് ഈ സ്ട്രീറ്റിൻ്റെ പേര്. മാലേ സിറ്റിയിൽ എവിടെ പോയാലും ഓരോ സ്ട്രീറ്റിൻ്റെയും പേര് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ ഒരു പ്ലേസ് വില്ലിങ്ങിലെ ഫോട്ടോ പ്ലേസ് ആണ്. ഇത്തരം ചെറിയ ഷോപ്പുകളും അവിടെ തന്നെയുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് വാങ്ങി കഴിച്ചു. പല ടൈപ്പിലുള്ള ഫുഡ് വാങ്ങി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് കഴിക്കുകയായിരുന്നു ചെയ്തത്. ഇത് സ്നോർക്കലിംഗ് ആണ്. സ്കൂബ ഡൈവിംഗ് പോലെ കടലിനടിയിലേക്ക് പോകാതെ കടലിന് മുകളിൽ പൊങ്ങിക്കിടന്നുകൊണ്ട് കാഴ്ചകൾ കാണാം. കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അന്നത്തെ ആ ഒരു ദിവസത്തെ മെമ്മറബിൾ ആക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ച് റൂമിലേക്ക് എത്തിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.